ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ഇമേജും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിൽ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. നമുക്ക് ബ്രഷ് ടൂൾ നോക്കണം. അതായത് ബ്രഷ് ടൂൾ എടുത്ത് ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ബ്ലൂ ആണ്. പക്ഷേ ബ്ലൂ എന്ന് പറയുമ്പോൾ ഒത്തിരി കടുപ്പം വേണ്ട, ജസ്റ്റ് ഒരു കടുപ്പം മതി. ബ്ലൂ സെലക്ട് ചെറുതായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലെയറിൽ പോകാം. ലെയറിൽ അവിടെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്താൽ ഫോട്ടോയിലേക്ക്. ഓക്കെ, ജസ്റ്റ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിടണം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു പുതിയ ലെയർ ഉണ്ടാക്കുന്നു. ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കുന്ന ചെറിയൊരു ഓറഞ്ച് കളറാണ് ഇവിടെ കൊടുക്കുന്നത് ഫോട്ടോയ്ക്ക്, ലൈറ്റ് ഓറഞ്ച്. എന്നിട്ട് അതൊന്നും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആ ഇമേജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വര വരയ്ക്കാം. വര വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ വര കാണാം. പിന്നെ നമ്മൾ ആ സെലക്ട് ചെയ്യാൻ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് വലിച്ച് ഡ്രാഗ് ചെയ്ത് അപ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഫോട്ടോ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു ലുക്ക് കിട്ടുന്ന സാധനത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ സെലക്ട് ചെയ്തിട്ട് ലെയർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ അതുപോലെ തന്നെ അടുത്ത ലെയറും സെലക്ട് ചെയ്തിട്ട് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം നമ്മുടെ പിക്ക് നല്ല രീതിയിലോട്ട് ഒരു സ്മൂത്ത് ഫിനിഷിലേക്ക് വന്നിരിക്കുകയാണ്.